മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓണം അന്നും ഇന്നും എന്ന പാഠഭാഗത്തിൽ തകഴിയുടെ കുട്ടിക്കാലത്തെ ഓണസ്മരണകളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇനി അതിൻ്റെ ബാക്കി നോക്കൂ. പൂരാടം, ഉത്രാടം ദിവസങ്ങളിലാണ് വറുക്കലും കരിക്കലും. 4 ഇനം ഉപ്പേരി, ശർക്കര പുരട്ടി എല്ലാം അന്നാണ് ഉണ്ടാക്കുന്നത്. ഉപ്പേരിയും ശർക്കര പുരട്ടിയും എല്ലാം നാട്ടിൽ വിശേഷ വിഭവങ്ങളായിരുന്നു. ഇന്നത് വിശേഷ വിഭവമല്ല, പാക്കറ്റിൽ കടകളിൽ കിട്ടും. ചിപ്സ് എന്ന ഓമനപ്പേരിൽ. അന്നൊക്കെ ഒരിക്കലേ എൻ്റെ വീട്ടിൽ ഉപ്പേരി വറുക്കുമായിരുന്നുള്ളൂ. അത് ഓണത്തിനായിരുന്നു. മിക്കവാറും വീടുകളിലെ സ്ഥിതി ഇതായിരുന്നു. പൂരാടം, ഉത്രാടം ദിവസങ്ങളിൽ, അതായത് തിരുവോണത്തിൻ്റെ തലേ ദിവസവും അതിന് മുന്നത്തെ ദിവസവുമാണ് വറുക്കലും കരിക്കലും. അതായത് 4 ഇനം ഉപ്പേരി ഉണ്ടാക്കും, ശർക്കര പുരട്ടി ഇതെല്ലാം അന്നാണ് ഉണ്ടാക്കുന്നത്. ഓണസദ്യയിലെ ഒരു പ്രധാന വിഭവമാണ് ശർക്കര ഉപ്പേരിയും കായ വറുത്തതും. ഇത് രണ്ടുമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നത്. ഇന്നത് വിശേഷ വിഭവമൊന്നുമല്ല, കാരണം നമുക്ക് വീട്ടിലുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കടകളിൽ നിന്ന് പാക്കറ്റ് ലഭിക്കും അല്ലേ, പാക്കറ്റായിട്ട് കടകളിലുണ്ടാവും. ചിപ്സ് എന്നാണ് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്നത് അല്ലേ. അന്ന് കായ വറുത്തത് എന്നൊക്കെ പറയുന്നത് ഇന്ന് ചിപ്സ് എന്ന് പറയുന്നു. അന്നൊക്കെ ഒരിക്കലേ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ, തകഴിയുടെ വീട്ടിലൊക്കെ ഒരിക്കലേ ഈ ഉപ്പേരി വറുക്കുമായിരുന്നുള്ളൂ. അത് ഓണത്തിന് മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിയാൽ അല്ലേ, നമുക്ക് എന്ന് വേണമെങ്കിലും ശർക്കര പുരട്ടിയും ഉപ്പേരിയും ഒക്കെ എവിടെ നിന്ന് കിട്ടും? കടകളിൽ നിന്ന് കിട്ടും. അന്നൊക്കെ മിക്കവാറും വീടുകളിലെ സ്ഥിതി ഇതൊക്കെ തന്നെയായിരുന്നു. കാരണം ഇതുപോലുള്ള എന്തെങ്കിലും വിഭവങ്ങൾ ഓണത്തിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓണം കൊണ്ടാടാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവൻ അന്ന് നിവൃത്തിയുള്ള വീടുകളിലെത്തും. അരിയോ നെല്ലോ തേങ്ങയോ അവർക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഓണം കൈക്കൊള്ളാൻ വരുന്നവരെ ഒരിക്കലും വെറും കൈയോടെ അയക്കുമായിരുന്നില്ല. ഇന്നതുണ്ടോ? പച്ചക്കറികളുടെ കാര്യത്തിൽ അടുത്ത വീട്ടുകാരെല്ലാം പരസ്പരം സഹകരിച്ചിരിക്കും. മുരിങ്ങക്ക ആലപ്പുഴയിൽ കിട്ടാതെ വന്നാൽ അടുത്ത വീട്ടുകാർ തിരുവോണത്തിനുള്ള മുരിങ്ങക്ക തന്നിരിക്കും. 18 മണി പയർ അവർക്ക് കിട്ടിയില്ല, അത് ഇവിടെയുണ്ട്, കൊടുത്തുവെന്നിരിക്കും. എല്ലാവരുടെയും സന്തോഷമായിരുന്നു പണ്ട് കാലത്ത് ഓണം. ഉള്ളവന് ഇല്ലാത്തത് വേണ്ടതെല്ലാം നൽകിയിട്ട് ഓണത്തെ സമൃദ്ധമാക്കിയിരുന്നു. ഓണത്തിന് ആരും ദാരിദ്ര്യം അനുഭവിച്ചു കൂടാ എന്ന കാഴ്ചപ്പാടായിരുന്നു അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഒരു സ്വാർത്ഥ ചിന്ത ആരിലും ഉണ്ടായിരുന്നില്ല. ഓണം കൊണ്ടാടാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവൻ നിവൃത്തിയുള്ള വീട് ഏതാണോ അവിടേക്ക് ചെല്ലും. അവിടെ നിന്ന് അരിയോ നെല്ലോ തേങ്ങയോ അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഓണം കൈക്കൊള്ളാൻ വരുന്നവരെ, അതായത് ഓണത്തിന് കൊണ്ടാടാൻ ബുദ്ധിമുട്ടുള്ളവർ വന്നാൽ ഒരിക്കലും വെറും കൈയോടെ അയക്കുമായിരുന്നില്ല. ഏത് വീട്ടിലാണോ ചെല്ലുന്നത് അവർ അവിടെ എന്താണോ ഉള്ളത് അതവർക്ക് കൊടുക്കും. പിന്നെ പച്ചക്കറികളുടെ കാര്യത്തിൽ അടുത്ത വീട്ടുകാരൊക്കെ പരസ്പരം നല്ല സഹകരണമാണ്. ഒരാൾക്ക് മുരിങ്ങക്ക കിട്ടിയിട്ടില്ലെങ്കിൽ അത് അടുത്ത വീട്ടുകാർ നൽകും. വേറൊരാൾക്ക് പയർ കിട്ടിയില്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും വീട്ടുകാർ നൽകും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർ ഒരുമയോടെ കഴിഞ്ഞിരുന്ന കാലത്തിൻ്റെ സ്മരണയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പൂവിട്ടിടത്ത് പൂ മാറ്റുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് പൂവട എന്ന പലഹാരം കൂടിയേ തീരൂ. ഉത്രാടം അസ്തമിച്ച് തിരുവോണം വെളുക്കുമ്പോഴാണ് പൂമാറ്റ്. നാടാകെ പൂമാറ്റത്തിൻ്റെ കുരവയും ആർപ്പും കൊണ്ട് ശബ്ദമുഖരിതമായിരിക്കും. എന്തൊരാഘോഷമായിരുന്നു അത്! രാവിലെ മക്കൾക്കും അനന്തരവർക്കും എല്ലാം ഓണക്കോടി കിട്ടും. അന്നൊക്കെ സത്യത്തിൽ സദ്യയല്ല പ്രധാനം, ആഘോഷമാണ്. ഊണ് കഴിഞ്ഞ് ചെറുപ്പക്കാർ കളിത്തട്ടും കുടുകുടുവും, അതായത് ഇന്നത്തെ കബഡി, തലപ്പന്ത് കളിയുമൊക്കെയാണ്. തുറന്ന പറമ്പുകളിലും അമ്പലമുറ്റത്തുമെല്ലാമാണ് ആൺപിള്ളേർ കൂടുക. പെൺപിള്ളേർ തുമ്പിതുള്ളൽ തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കും. സ്ത്രീകൾ തിരുവാതിരക്കളിക്കാണ് പോവുക. 3-ാം ഓണം, ചതയം, കാഴ്ചക്കാർക്ക് സദ്യയാണ്. അത്തനാൾ മുതൽ ഉത്രാടം വരെ പൂവിടും. ഈ ഉത്രാടം നാൾ വരെയുള്ള പൂവിടൽ ചടങ്ങിൻ്റെ സമാപന ദിവസം, അതായത് പൂവിടൽ അവസാനിപ്പിക്കുന്ന ദിവസം നടത്തുന്ന ഒരു ചടങ്ങാണ് പൂമാറ്റൽ ചടങ്ങ്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഈ ചടങ്ങ് പല രീതിയിലാണ് നടത്തുന്നത്. സാധാരണയായി തിരുവോണപ്പുലരിയിൽ കുളിച്ച് ഓണക്കോടി ഉടുത്ത് ഓണപ്പൂക്കളത്തിന് മുൻപിൽ ഒരു പലകയിട്ട് ഇരിക്കുന്നു.
തൂശനിലയിൽ ദർഭപ്പുല്ല് വിരിച്ചിട്ട് തൃക്കാക്കരപ്പന വയ്ക്കുന്നു. കളിമണ്ണ് കൊണ്ട് 2 നാൾ മുന്നേ തൃക്കാക്കരപ്പന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. തൃക്കാക്കരയപ്പന് മുകളിൽ അരിമാവ് കലക്കി ഒഴിച്ചിട്ട് ഈ ഉണ്ടാക്കി വെച്ച പൂവട ദേവന് നേദിക്കുന്നു. തുമ്പച്ചെടി അരിഞ്ഞെടുത്തിട്ട് ഇതിന് ചുറ്റും വിതറുന്നു. അമ്പും വില്ലും കൊണ്ട് നേദിച്ചാട കുത്തിയെടുത്തിട്ട് ഓണപ്പൂ വിളിച്ചാൽ പൂമാറ്റൽ ചടങ്ങ് പൂർത്തിയായി. നാട് മുഴുവൻ പൂമാറ്റത്തിൻ്റെ കുരവയും ആർപ്പും കൊണ്ട് ശബ്ദമുഖരിതമായിരിക്കും. എല്ലായിടത്തും പൂവിളി കേൾക്കാം. വലിയൊരു ആഘോഷം തന്നെയാണ് അത്. അതുപോലെ രാവിലെ മക്കൾക്ക് പ്രായമായവർക്കൊക്കെ ഓണക്കോടി കിട്ടും. ശരിക്കും അന്നൊക്കെ സദ്യയല്ല പ്രധാനം, ആഘോഷത്തിനാണ് പ്രധാനം. പിന്നെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ കളി, അതായത് പലതരം കളികൾ കളിക്കും. കിളിത്തട്ട്, കുടുകുടു എന്ന് പറയുന്നത് ഇന്നത്തെ കബഡിയാണ്. തലപ്പന്ത് കളി, ഇതൊക്കെയാണ് ചെറുപ്പക്കാർ കളിക്കുന്ന കളികൾ. തുറന്ന പറമ്പുകളിൽ, ഒഴിഞ്ഞ പാടങ്ങളിലൊക്കെയാണ്, അമ്പലമുറ്റത്തൊക്കെയാണ് ആൺപിള്ളേർ കൂടുകയും ഇതുപോലുള്ള കളികൾ കളിക്കുകയും ചെയ്യുന്നത്. പെൺപിള്ളേരാണെങ്കിൽ തുമ്പി തുള്ളൽ അങ്ങനെയുള്ള വിനോദങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുക. ഓണക്കളികളിൽ പ്രധാനമാണ് തിരുവാതിരയും തുമ്പിതുള്ളലും. സ്ത്രീകൾ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് പൂവ് ചൂടി വട്ടത്തിൽ നിന്നിട്ട് പാട്ടുപാടി കൈകൊട്ടി കളിക്കുന്നതിനാണ് തിരുവാതിരക്കളി എന്ന് പറയുന്നത്. പെൺകുട്ടികളുടെ ഓണക്കാല വിനോദമാണ് തുമ്പിതുള്ളൽ എന്ന് പറയുന്നത്. തുമ്പച്ചെടിയോ അല്ലെങ്കിൽ മറ്റ് മരച്ചില്ലകളോ കയ്യിലെടുത്തിട്ട് ഒരു പെൺകുട്ടി നടുവിലിരിക്കും. മറ്റുള്ളവർ പാട്ടുപാടി തുമ്പച്ചെടി കൊണ്ട് അവളെ പതിയെ അടിക്കും. പാട്ടിൻ്റെ താളം മുറുകുമ്പോൾ നടുവിലിരിക്കുന്ന പെൺകുട്ടി ഉറഞ്ഞു തുള്ളുകയും മറ്റുള്ളവരുടെ പിന്നാലെ ഓടുകയും ചെയ്യും. അപ്പോൾ തുമ്പി അടയ്ക്കാനുള്ള പാട്ടുകൾ പാടി മറ്റുള്ളവർ അവരെ അടയ്ക്കുന്നു. ഇതാണ് തുമ്പി തുള്ളൽ എന്ന കളി. ചതയം നാളിലാണ് 3ാമത്തെ ഓണം. അത് കാഴ്ചക്കാർക്ക് സദ്യ നൽകുന്ന ദിവസമാണ്. ഓണാഘോഷത്തെക്കുറിച്ച് എല്ലാം ആയില്ല. ഓണം ഒരു വലിയ ആഘോഷമായിരുന്നു. ആഘോഷം മാത്രമാണോ? ഇന്നതൊരു ഒഴിവുകാലമാണെന്ന് തോന്നുന്നു. ഇന്ന് ഉപ്പേരിക്കും ശർക്കര പുരട്ടിക്കും സ്വാദില്ല. അവിയലും എരിശ്ശേരിയും എന്നും കഴിക്കുന്ന കറികളാണ്. പരിപ്പും നെയ്യും ഒരു വിശിഷ്ട വസ്തുവാണോ? തൈരില്ലാതെ ഉണ്ണാൻ വയ്യാത്തവർക്ക് ഓണക്കാലത്ത് തൈരിന് സ്വാദുണ്ടോ? ഇന്ന് ഓണം ഉണ്ണുന്നത് എന്നും ഉണ്ണുന്നത് പോലെ തന്നെയാണ്. എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ്. തിരുവാതിരക്കളി വലിയ ഓഡിറ്റോറിയത്തിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ അത് തിരുവാതിരക്കളി അല്ലാതെയുമായി. പെണ്ണുങ്ങൾ വേഷം കെട്ടി പൂവും ചൂടി പൗഡറും ഇട്ടാണല്ലോ തിരുവാതിര കളിക്കാൻ പോകുന്നത്. ഓണം ഒരുപാട് മാറിപ്പോയി. അതേപ്പറ്റിയൊക്കെ എന്തു പറയാനാണ്? ഓണത്തിനായുള്ള കാത്തിരിപ്പും ഒരുക്കങ്ങളും ഓണാഘോഷവുമെല്ലാം പഴയ കാലത്തേതിൽ നിന്നും വളരെയേറെ മാറിപ്പോയി എന്നാണ് തകഴി പറയുന്നത്. ഇന്ന് ഓണക്കാലം എല്ലാവർക്കും ഒരു ഒഴിവുകാലമായി മാത്രമാണ് അനുഭവപ്പെടുന്നത്. ഉപ്പേരിക്കും ശർക്കര പുരട്ടിക്കും പണ്ടത്തെ രുചിയില്ല. അവിയലും എരിശ്ശേരിയും എന്നും കഴിക്കുന്ന കറികൾ മാത്രമായി. ഇപ്പോൾ ഓണം പോലെ സമൃദ്ധിയാണ് എല്ലാ വീടുകളിലും എല്ലാ ദിവസവും. പരിപ്പും നെയ്യും ഒന്നും ഇന്നൊരു വിശിഷ്ട വസ്തുവേ അല്ല. ഇന്നുള്ള ആളുകൾക്ക് തൈരില്ലാതെ ഉണ്ണാൻ വയ്യാത്തവരാണ്. അവർക്ക് ഓണക്കാലത്ത് മാത്രം തൈരിന് സ്വാദുണ്ടോ? അതായത് പണ്ട് കാലത്ത് ഇത് ഓണത്തിന് മാത്രം കിട്ടുന്ന വസ്തുവായതുകൊണ്ട് തൈരിനൊക്കെ എല്ലാവർക്കും നല്ല സ്വാദാണ്. എന്നാൽ ഇന്ന് അതൊന്നും ഒരു വിശിഷ്ട വസ്തുവേ അല്ല. ഇന്ന് ഓണം ഉണ്ണുന്നത് എന്നും ഉണ്ണുന്നത് പോലെയാണ്. കാരണം ഓണത്തിനുള്ള എല്ലാ സദ്യകളും ഇന്ന് പല വീടുകളിലും മിക്കപ്പോഴും ഉണ്ടാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഓണസദ്യക്കായിട്ട് ഒരു സ്വാദ് തോന്നാറില്ല. മുമ്പ് ഓണസദ്യയൊക്കെ കഴിഞ്ഞ് ഓണപ്പാട്ട് പാടിക്കൊണ്ട് വീട്ടമ്മമാർ കളിച്ചിരുന്ന തിരുവാതിരക്കളി ഇന്ന് ഓഡിറ്റോറിയത്തിലെ വെറും വേഷം കെട്ടൽ മാത്രമായി മാറിയിരിക്കുന്നു. കാലവും ചുറ്റുപാടുകളും മാറിയപ്പോൾ ഓണവും ഓണാഘോഷവുമൊക്കെ മാറി. എങ്കിലും ഓണം മലയാളിക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ്. ഓണത്തെ വരവേൽക്കാൻ എല്ലാവരും മനസ്സുകൊണ്ട് ഒരുങ്ങും. സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് നമുക്ക് ഓണക്കാലം. നഷ്ടപ്പെട്ടു പോയ നല്ല നാളുകൾ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമം കൂടി ഉണ്ടാവണം. സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു ഓണക്കാലം തന്നെ ആയിരിക്കണം നമുക്കിനിയും ഉണ്ടാവേണ്ടത്. പാഠഭാഗം വായിക്കുക. പഴയകാല കേരളത്തിൽ നിന്നും
ഇന്നത്തെ കേരളത്തിന് മറ്റെന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തുക.